എന്താ വേഗം ഇങ്ങി പോന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി, എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ? എന്താ നിനക്കൊരു ദിവസം ഏയ്, കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോരണം. എന്നിട്ടൊരു വലിയ പന്തലിടണം. കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ, അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. என்ன கல்யாணி, சௌக்கியமா? வியாபாரம் எல்லாம் எப்படி? உங்க புண்ணியத்துல நல்லா இருக்கேன் சாமி. இது என் பொண்ணு சாமி. ஆஹா, ஒரு சாயா கொண்டு வா கல்யாணி. நம்ம அப்பக்குட்டி நான் இருந்தப்போ தினம் அருமையான சாயா கொடுப்பாரு எனக்கு. இதோ கொண்டு வரேன் சாமி. കേട്ടോടി നീ, അദ്ദേഹം എന്നെ കല്യാണിന്ന് പേര് വിളിച്ചു. വലിയ കാര്യം. പിന്നെ കാര്യം തന്നെ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആള് എന്നെ ഓർത്തല്ലോ. എന്തോന്ന് വലിപ്പം? അത്താന്നും പറഞ്ഞ ആച്ചു തോറും പാവങ്ങളുടെ കാശ് തട്ടി പഠിക്കലോ? ഓരമ്പട്ടവിടെ തോന്നിയസം പറഞ്ഞാലേ നിന്റെ നാക്ക് ഞാൻ അർത്ഥളെ. നിനക്കറിയില്ല, മുമ്പ് ദിവസവും കൊള്ളയും കൊലയും നടന്നുകൊണ്ടിരുന്ന ഈ തെരുവേ ഇന്ന് സമാധാനത്തോടെ കഴിയുന്നതേ ഈ മനുഷ്യൻ കാരണം. ചുമ്മാതല്ല, അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത്. என்ன யாரும் பேச மாட்டேங்கிறீங்க? இவன் என்ன அக்கிரமம் பண்ணாங்கிறத நீங்க சொல்லாட்டி எனக்கு எப்படி தெரியும்? என்ன சும்மா இருக்கீங்க? இவருக்கு பயந்துதான் யாரும் வாயை திறக்கறதில்ல. நீங்க வசூல் பண்ற பணம் எங்க பாதுகாப்புக்கு தான் சொன்னா முதல்ல இவங்கிட்ட இருந்து எங்களை காப்பாத்துங்கோ. என்னடா சொன்ன? அவன் போய் சொல்றான் சார். உண்மை என்னங்கிறது எனக்கு தெரியும். நீ இதுக்கு பதில் சொல்லி ஆகணும். முதல்ல இவங்க கிட்ட எல்லாம் மன்னிப்பு கேளு. அப்படி என்ன நீங்க என்ன நம்ப மாட்டீங்களா? இவங்களும் இங்க உள்ள தேவடியாக்களும் சொல்றதை கேட்டுக்கிட்டு என்னடா சொன்ன? நன்னி கிட்ட நாய என் முன்னாடி நிக்காத, போடா. இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க, நான் கவனிச்சுக்கிறேன். எல்லாரும் போங்க. മണി വാടാ. കല്യാണിയമ്മേ, ഒരു 3-4 നല്ല ചായ, ഒരു 5-6 ചപ്പാത്തി. എനിക്ക് വേണ്ട, എനിക്ക് ഇവര് വിഷം കലക്കി തരും. അതേടാ, നീയൊക്കെ ചത്തു കളഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. റേഡിയോ കള്ളാം. കിളവി, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ചേട്ടൻ നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ചൂടുണ്ടാവുമെങ്കിൽ എന്റെ വക ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്ക്. എടാ നിന്നെ എവിടുന്ന ഈ മുട്ട? ഞാനും പറഞ്ഞില്ല. ഓഹോ, ഇങ്ങനെയാണ് ഇവിടെ മുട്ടയും ചപ്പാത്തിയും കുറയുന്നതല്ലേ? ചുമ്മാതല്ല, എത്ര തിന്നാൽ ഇവന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോ ഒന്നും ബാക്കി തരാനില്ല. എടി കള്ളക്കണക്ക് നീ എന്നെ മുടിപ്പിക്കാനല്ലേടി? ചക്കാത്തിന് വാങ്ങി തിന്നാൻ നടക്കുന്ന നാണം കേട്ടോമാര്. ആവശ്യമില്ലാത്ത പറയണ്ട, എനിക്ക് നിങ്ങളുടെ ഓശാരൊന്നും വേണ്ട. ആരും അങ്ങനെ നല്ലവൻ ചുമയൊന്നും വേണ്ട. ഇനി ഒരുത്തന്നെ ഇവിടുന്ന് പച്ച വെള്ളം തരില്ല. പൊയ്ക്കാ ഇവിടുന്ന്. എന്നെ കുത്തുവാൾ എടുപ്പിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പിടിക്കാ ഓരോരുത്തന്മാരും. ഞാൻ പറഞ്ഞില്ലേ വേണ്ട. നിന്റെ ചേട്ടൻ പറഞ്ഞ ശരിയാ, അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തരാ നിന്റെ തള്ള. അമ്മ ആരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. മിണ്ടാതെ തിന്നോണ്ട് പൊയ്ക്കൂടെ? മതി, ആയില്ല, കഴിച്ചോടാ. ഇനി എന്റെ പൊന്നു ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ നിന്റെ തള്ളയുടെ കട കണ്ടോണ്ടല്ലേ എല്ലാരും ബോംബെയിലോട്ട് ഇറങ്ങി തിരിച്ചത്. മലയാളിയാണ് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണൻ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി. പിന്നെ കുറച്ച് കിന്നാരം പറയണം, അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നാണ്. വഴിപാടിനെയും കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്. 100 കൂടെ ആയി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താൽ നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഇതാ ഒരു 15 പൈസയുടെ കുറവുണ്ട്.
ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവില് എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഹാ, ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എൻ്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാ. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടംന്ന് വെച്ചാ, നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. കൊള്ളാമെന്ന് എന്തിനേ ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെൺപിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചരക്ക ഡി. ഹിന്ദിയിൽ മാట్లాടലുണ്ടേ? ദാരു പീനേക്കെ ബാദ് മുझे ഹിന്ദി നഹി ആതാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛ മാൽ. ഞങ്ങളുടെ നാട്ടില് പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. మీరు నవ్వుతే చాలా అందంగా ఉన్నారు. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പറ കൊച്ചേ. మీరు చాలా ఆడుతున్నారు. పడుకోండి. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ടേ? അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ, മുദ്ദിലി വാല. മുതല വാല്. ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? അന്തേ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നു. ഇഷ്ടമാണോ നിനക്ക് എന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ നിനക്ക്? 15 ഞാൻ തരും. 15 പൈസ. जो भी मेरे खिलाफ आवाज उठाएगा मैं उसे खत्म कर दूंगा. छोटा. ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസ്ജിയുടെ വീട്ടിലെത്തിച്ചിരിക്കണം. പിന്നെ ഇവിടെ ഒരു നൃത്തക്കാരുണ്ടല്ലോ, എവിടെയാണ്? പുറത്തു പോയിരിക്കുക. ഗണപതി പൂജ ദിവസം അവൾ അബ്ബാസ്ജിയുടെ വീട്ടിലേക്ക് അയക്കണം. अगर कोई गलती हुई तो तू नहीं बचेगी. ये आखिरी मौका दे रहा हूं. എന്താ ഒന്നും മിണ്ടാത്തത്? ആകെ ഡിപ്രസ്ഡ് ആണല്ലോ. മടുത്തു. ഒരു ജോലിയും കിട്ടുന്നില്ല. 50,000 രൂപയാണ് അത്രേ ഒരു ജോലി തരാൻ. അത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ ആർക്കാ ജോലിയുടെ ആവശ്യം? നിന്റേന്ന് വാങ്ങിച്ച കടം തന്നെ തിരിച്ചു തരാൻ നിവൃത്തിയില്ല. സാരില്ല, വലിയ ജോലിയൊക്കെ കിട്ടി ധാരാളം പണമൊക്കെ ആകുമ്പോൾ എല്ലാം പലിശയും ചേർത്ത് ഞാൻ വാങ്ങിച്ചോളാം. നടക്കുന്ന കാര്യം പോലും പറ. ഞാൻ എന്തൊക്കെയാ നേർന്നിരിക്കുന്നതെന്നറിയോ? പക്ഷേ വലിയ ആളാവുമ്പോൾ ഈ പാവപ്പെട്ട ചായക്കടക്കാരി മറന്നു കളയരുത്. ശേഖർ, അണ്ണനും കൂടെ പോയാ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തു വന്നാലും അരിയണ്ണനായിരുന്നു ഒരു ധൈര്യം. അബ്ബാസ് അലിയുടെ ഓർഡറാണ്. ഇവിടുന്ന് പോകാതിരുന്നാല് അവന്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്നെ അടിച്ചിറക്കും. എനിക്ക് മാത്രമാവില്ല ഉത്തരവ്. എനിക്കാരെയും പേടിയൊന്നുമില്ല.
ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് വല്ലവൻ്റെയും തല്ലുകൊണ്ട് ചാവുന്നതാ. നിന്റെ കാര്യം മാത്രമല്ല, പാവം സർദാർജിയും ശേഖറും എല്ലാവർക്കും ശല്യമാവും. ഇത്രയും കാലം ഇവിടെ ഉള്ളവർ എന്നോട് കാണിച്ച സ്നേഹം മാത്രമാണ് ഞാൻ സമ്പാദിച്ച മുതൽ. അതെങ്കിലും ബാക്കി ഇവിടെ ഇരിക്കട്ടെ, അതാ ഞാൻ പോവാന്ന് വെച്ചു. എന്തായത്, ഗോഡൗൺ പൊളിച്ച് ഹോസ്പിറ്റൽ പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന് തയ്യാറായത്. ये पगार नहीं, मेरी तरफ से एक तोहफा है. എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനൊരു ജോലി കൊടുക്കണം. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉള്ളതല്ലേ? ശേഖർ എഞ്ചിനീയറിംഗ് ക്ലാസ്സോടെ പാസ്സായതാണ്. क्यों नहीं? हरियाणा जो बोलेगा वो मैं करने के लिए तैयार हूँ, मगर ये तो आपको लेना ही पड़ेगा. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുത്തുണ്ടം തിന്നണമെന്ന പ്രമാണം. വാങ്ങിക്കല്ലേ? ശരി, എടുത്ത് അകത്ത് വെച്ചേക്കാം. अच्छा, मैं चलता हूँ. ये लीजिए कार्ड, कल ऑफिस में आके मिलना. ജി. ഞാൻ ഹരിയേട്ടനോട് ചോദിച്ചോളാം. പിന്നെ ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. മണി അറിഞ്ഞോ, ഇവൻ രക്ഷപ്പെട്ടു. അങ്ങനെ യവനൊരു ജോലി കിട്ടി. വേണ്ട, ഞാൻ പോകുന്നില്ല നിങ്ങളെയൊക്കെ വിട്ട്. ശേഖർ, തല്ലും കൊല്ലും കൊണ്ട് വലുതായവൻ്റെയൊക്കെ അവസാനം നമ്മൾ കണ്ടിട്ടില്ലേ? ആരുടെയെങ്കിലും കൈകൊണ്ട് ചാവും. എൻ്റെ കാര്യം പോട്ടെ, പക്ഷെ നിങ്ങളൊക്കെ രക്ഷപ്പെടണം. ഗുണ്ടകളാൻ വേണ്ടിയല്ലല്ലോ നമ്മളൊക്കെ മോഹിച്ചത്. തൂത്തും തുടച്ചും നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചത് എഞ്ചിനീയർ ആകാൻ വേണ്ടിയല്ലേ? ഞാൻ പറയുന്ന കേക്ക് ശേഖർ, നാളെ അയാളെ പോയി കാണൂ. പണിയൊക്കെ കിട്ടി നല്ലൊരു സുന്ദരി പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് അമ്മയുടെ മുമ്പിൽ പോയി നിൽക്കണ്ടേ? സലാം. अरे काय का सलाम, क्या सलाम? साला महीना भर अपन से हफ्ता लेता है, अय्याशी के लिए छोकरी लेता है, फोकट का शराब पीता है. साला क्या मिलता है अपन को इसके बदले में? हाँ ഭാഗ്യ, ये पुलिस स्टेशन है. अरे काय का पुलिस स्टेशन? उधर साला हरियाणा हमारा दारू का अड्डा कब्जा किया. क्या किया तुम्हारा पुलिस? हाँ, അവൻകിட்ட കോർട്ട് ഓർഡർ ഇരുന്നത് अरे അതാണ്. काय का कोर्ट ऑर्डर दो राय? जैसा तेरे को खरीदा ना, वैसा बम्बई का सारा जज खरीद सकता, मैं समझा ना? देख दो राय, ये कोर्ट ऑर्डर बदल दे. मैं तेरे को 24 घंटे का टाइम देता है, 24 घंटे का. वो हरियाणा को अरेस्ट कर. ये अमर बखिया का रिक्वेस्ट नहीं, ऑर्डर है, समझा? എന്താ ഇത്? ഇതിവിടത്തെ ഒരു ഏർപ്പാടാ. പെണ്ണിന് പുരുഷനെ ഇഷ്ടായാല് അത് പറയുന്ന ഒരു ടെക്നിക്കാ. പെമ്പിള്ളേർക്കൊക്കെ അങ്ങ് പിടിച്ചു എന്നാ തോന്നണത്.
गुड मॉर्निंग। आओ बैठो। चांदनी, ये अन्ना का आदमी है। मैं बोला था ना, ये इंजीनियर है, इसे काम देना है। नाम क्या है? शेखर। सर्टिफिकेट्स हैं? हाँ। इतने मार्क्स मिलने पर भी तुम्हें कोई नौकरी नहीं मिली? बहुत कोशिश किया। क्या मैं तुम्हारा विश्वास कर सकती हूँ? हाँ जी। ഓക്കെ, യു ആർ അപ്പോയിന്റഡ്. ഇവിടെ വന്നിട്ട് പോകുന്നവരെല്ലാം പണം മാത്രമേ കൊടുത്തിട്ട് പോകാറുള്ളൂ, മനസ്സ് കൊടുക്കാറില്ല. അറിയാം. ഒരിക്കൽ ജീവിതത്തിനെ കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നശിച്ചവളാണ്. വീണ്ടും വെറുതെ മോഹിപ്പിക്കരുത്. അല്ല, എനിക്കിഷ്ടമാണ്. ഹരിക്കറിയോ, ഒരിക്കൽ വിവാഹം കഴിഞ്ഞ പെണ്ണാണ്. ആന്ധ്രയിൽ ഏതോ ഒരു കുഗ്രാമത്തിൽ നിന്ന്. അതുകൊണ്ടാണ് അവളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ സന്തോഷിക്കുന്നവളാണ് ഞാൻ. ഞാനായിട്ടൊന്നും എതിർക്കുന്നില്ല. കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. അജയ് ബാക്കിയുടെ സഹോദരനാണ് അമർ. അയാളെ അറസ്റ്റ് ചെയ്താൽ അജയെ കുറിച്ചുള്ള വിവരം കിട്ടും. நான் இங்க உட்கார்ந்திருக்கிறது உன் சௌகரியத்துக்காக ஒவ்வொருத்தரையும் அரெஸ்ட் பண்றதுக்கு இல்ல. പാവങ്ങളുടെ പണമാണ് സാർ. நிறைய பணம் சம்பாதிக்கணுங்கிறதுக்காக தானே வட்டிக்கு விட்டான். பேராசப்பட்டா அப்படிதான். വക്കാലത്ത് വാങ്ങ വന്നിട്ട് നിർത്തണോ? അവരെ കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടി പോകരുത്. ഇതുപോലെ 2-3 വേശ്യാ തെരുവുകൾ ഈ നഗരത്തിലുള്ളത് കൊണ്ടാണ് ഒരൊറ്റ റേപ്പ് കേസ് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യാത്തത്. അവരവരുടെ ദേഹം വിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലൊരു വലിയ നഗരത്തിൽ രാത്രി 12 മണിക്ക് പോലും പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് റോഡിൽ ഇറങ്ങി നടക്കുന്നത്. അവർ വേശ്യകളായി ജീവിക്കുന്നതുകൊണ്ടാണ് തന്റെ അമ്മയും പെങ്ങളെയും ഭാര്യയും മക്കളെ ആരും കയറി പിടിക്കാത്തത്. ആരെ വയറിന് വേണ്ടി വല്ലവന്റെ കൂടെ അന്തി ഉറങ്ങി അവരുണ്ടാക്കുന്ന കാശിനെ താലിവിടുത്തെ കള്ളക്കടത്തുകാരന്റെ ഗുണ്ടകളുടെ കാല് നക്കി ഉണ്ടാക്കുന്ന കാശിനേക്കാൾ വിലയുണ്ടോ? நிறுத்துடா ராஸ்கல். இன்னும் அதிகமா பேசுற உள்ள தள்ளிடுவேன். ரொம்ப நல்லா இருக்கு. குத்தம் பண்ணிக்கிட்டே இருக்கிறவர் வெளியில இருக்கிறார், கம்ப்ளைண்ட் பண்ண வந்தவனே உள்ள தள்ளுறாங்கற. ഇത് ரொம்ப நல்லா இருக்கு. நீங்க தான் சார் கரெக்ட் പോലീസ്. ഇപ്പോ ഞാൻ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ പോലീസിനെ പിടികിട്ടാത്ത പുള്ളി എന്റെ കയ്യിലുണ്ടാവും. ആ മാനേജർ സഹദേവന്റെ വീട് എനിക്കറിയാം. അവനെ പിടിച്ചാല് അജയ് ബാക്കി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അവനും വീട്ടിലുണ്ടാവാൻ വഴിയില്ല. ശ്രമിച്ചു നോക്കാം. സഹദേവനില്ല, അവന്റെ ഭാര്യയാണത്. ആദ്യം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ദുബായിലേക്ക് പോകാനുള്ള വിസയുടെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ജൂഹുവിലുള്ള മെട്രോ ലോഡ്ജിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അവളെ നിനക്ക് നേരത്തെ അറിയോ? പിന്നെ എവിടെയും കൊണ്ട് ഞാൻ കുറെ ട്രിപ്പുകൾ അടിച്ചിട്ടുള്ളതല്ലേ. അവന്റെ ചിട്ടിയും ബിസിനസ്സും ഒക്കെ അവളുടെ കയ്യിലാ. എന്ന് വെച്ചാൽ എവിടെ വലിയ ബഡാ പാർട്ടീസിന് വിട്ടുകൊടുത്തിട്ടല്ലേ അവൻ കാശ് പിരിക്കുന്നത്. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ ഇവിടെ വന്ന് നാശമായിപ്പോയി. പല വലിയ ഹോട്ടലുകളിലും വീടുകളിലും രാത്രി കൊണ്ട് വിട്ടിട്ട് രാവിലെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ബെസ്റ്റ് ഉരുപ്പടിയാ. എവിടെടാ എന്റെ മുതലാളി? അറിയില്ല. മുതലാളിയിലൂടെ നാട്ടുകാരെ പറ്റിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ വെട്ടി നുറുക്കി ഞാൻ റോഡിലെറിയും. എനിക്കൊന്നും അറിയില്ല. കള്ളപ്പേരിൽ നാളെ വെളുപ്പിനെ ദുബായിക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയാള്. എനിക്കും കുടുംബത്തിനുള്ള ടിക്കറ്റ് ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്പെക്ടർ ലോബയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത്. अजय बाग क्या कहा? मुझे नहीं मालूम. वो किधर है बताओ, नहीं तो तुम्हारा गर्दन उड़ा देगा. बोल. ओ ऊपर है. കണ്ടവന്റെ കാശിന് ദുബായി പോവാൻ തയ്യാറെടുക്കാണ് പൊന്നുമോൻ. നിന്നെ അതിലും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാം. ചൽ.
ദുബായി പോയെന്ന് പറഞ്ഞ ആള് ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യാം. സട്ടത്തെ കയ്യിലെടുത്ത് നീ പോലീസുകാരുടെ ജോലി ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ പോലീസുകാരുടെ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഇവനെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയോ? എല്ലാവരും ഒന്ന് കാണാനാ, തെളിവ് വേണമല്ലോ. പിടിച്ചോണ്ട് നിങ്ങളെ പോലുള്ള പോലീസുകാരെ ഏൽപ്പിച്ചാ നാളെ ഇവനൊക്കെ മാന്യനായി പാവപ്പെട്ടവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച ടൊയോട്ടയിലും ബെൻസിലും നടക്കുന്നത് ഞങ്ങൾ കാണേണ്ടി വരും. ഇതാ അവൻ്റെ പിടിച്ചെടുത്ത പണം. ഇത് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തിരിച്ചു കൊടുക്കുമ്പോഴും അത്രയും കാണണം. ഭർത്താവിനെ തേടി വരുമ്പോൾ പഴയ കാമുകനെ കണ്ടുമുട്ടുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അതിലും കഷ്ടമാണ് ഭർത്താവിൻ്റെ ജീവന് വേണ്ടി കാമുകനോട് അപേക്ഷിക്കേണ്ടി വരുന്നത്, അല്ലേ? അതെ, പേരിന് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ സ്വഭാവം അല്പം മോശമായിട്ടുണ്ട്. പലരോടും അന്തി ഉറങ്ങി ഭർത്താവിൻ്റെ ബിസിനസ്സിനെ സഹായിക്കുന്നൊരു ശീലാവതിയെ പറ്റി കേട്ടു. അതെൻ്റെ സാവിത്രിക്കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അല്പം നൊന്തു. ഭർത്താവിനെ വെറുതെ വിടണമെങ്കിൽ ഭാര്യ എന്നോടൊപ്പം ഒരു രാത്രി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ മോഹിച്ചിട്ടല്ല, ഒന്ന് കാണണമെന്ന് കരുതി മാത്രമാണ്. ശവമാണ് ഞാനിപ്പോ. എത്ര കുത്തിയാലും നോവില്ല. എങ്ങനെയൊന്നും ആകാനല്ല ഞാൻ ആഗ്രഹിച്ചെന്നറിയാലോ. അറിയാം. നിനക്ക് വന്ന ഭാഗ്യത്തിൽ എനിക്ക് അസൂയയാണെന്ന് നീ വിളിച്ചു പറഞ്ഞു. അപ്പോഴും തറവാട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോഴും നീ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി ആട്ടിയപ്പോഴും പലരോടും വൈരാഗ്യം തോന്നിയിരുന്നെങ്കിലും നിന്നെ മാത്രം ഞാൻ വെറുത്തിരുന്നില്ല. പക്ഷേ ഈ നിലയിൽ നിന്നെ കാണുമ്പോൾ പുറത്തെ മാളികകളിൽ ചില്ലറ കാശിനു വേണ്ടി ഉടുതുണി അഴിക്കുന്ന ഒരു വേശ്യയുടെ അന്തസ് പോലും എൻ്റെ സാവിത്രിക്കുട്ടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നും. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെങ്കിൽ അതെത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാം. ഈ കണ്ടുമുട്ടൽ തന്നെയല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. മണി, അവനെ പറഞ്ഞു വിട്ടേക്ക്.